ഹലോ ഗൈസ്, അങ്ങനെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ പുതിയൊരു വ്ളോഗായിട്ട് വന്നേക്കും കേട്ടോ. വേറൊന്നുമല്ല, ഞങ്ങളുടെ പഴയ വണ്ടി കൊടുത്തിട്ട് പുതിയൊരു 2 വീലർ എടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഞങ്ങളങ്ങനെ ഷോറൂമിലോട്ട് ഇറങ്ങുവാണ്. വീട്ടിൽ മമ്മിയോടും അപ്പച്ചനോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഷോറൂമിലോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, കാരണം പുതിയ വണ്ടിയുടെ കൂടെ ഒരു ഹെൽമെറ്റ് കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഹെൽമെറ്റ് എടുത്തില്ല. പുതിയത് കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ പഴയത് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ ഷോറൂമിലെത്തി. കുഞ്ഞുമണിയാണെങ്കിൽ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പുതിയ വണ്ടി കിട്ടുകയാണല്ലോ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവൾക്കും ഉണ്ട്, അതോടൊപ്പം തന്നെ ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ വണ്ടി, യമഹ റേ. ഞങ്ങളുടെ പഴയ വണ്ടിയും റേ തന്നെയായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, യമഹയോട് ഞങ്ങൾക്ക് വല്ലാത്തൊരു സ്നേഹമാണ്. അങ്ങനെ കീയൊക്കെ വാങ്ങിയത് കുഞ്ഞുമണിയാണ്. കുഞ്ഞുമണിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞായിരുന്നു ആളോട് കീയൊക്കെ വാങ്ങിക്കണം കേട്ടോ, അവിടെ തരുമ്പോൾ താനാണ് കീ വാങ്ങിക്കേണ്ടത്, തൻ്റെയാണ് വണ്ടി എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷത്തോടെ ഇയാൾ കീയൊക്കെ വാങ്ങിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആ ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കിടക്കണമല്ലോ. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ 3 പേരുടെയും ചെറിയ ഫോട്ടോഷൂട്ട്. അത് ഞങ്ങൾക്ക് അവിടെയുള്ള സ്റ്റാഫുകൾ തന്നെ എടുത്തു തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് വണ്ടീനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പുറത്തിറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഹെൽമെറ്റില്ലേ, അതും എനിക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഹെൽമെറ്റൊക്കെ ഇട്ട് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ ആയി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഷോറൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ദാ വരുന്നു അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ. എന്താണെന്നറിയില്ല, സെക്യൂരിറ്റി ചേട്ടൻ എന്തൊക്കെയോ മാർഷലേട്ടനോട് പറയുന്നുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി ഞാൻ നോക്കിയപ്പോൾ വല്ലാതെ സംസാരം. എന്താണെന്ന് ടോപ്പിക് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, കാരണം ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കുന്നതായിരുന്നുകൊണ്ടേ അവരുടെ സംസാരം എനിക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ലായിരുന്നു. എന്തായാലും കാര്യമായി രണ്ടുപേരും നല്ലോണം സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കാണ് നോക്കിയത് ഞങ്ങളുടെ പഴയ വണ്ടി അവിടെ ഇരിക്കുന്നു കേട്ടോ. അപ്പം തന്നെ ഞങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ട് തിരിച്ച് പിന്നെയും ഞങ്ങളുടെ പഴയ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് ഒന്ന് തൊട്ട് തലോടിയിട്ട്, ഞങ്ങൾക്ക് ഇത്ര നാൾ കൂടെ ഉണ്ടായിരുന്ന വണ്ടിയല്ലേ, അപ്പോൾ ഞങ്ങൾ തൊട്ട് തലോടി അതിനോടൊരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പുതിയ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നേരെ നമ്മൾ വെച്ച് പിടിച്ചത് വേറെ എങ്ങോട്ടല്ല കേട്ടോ, വണ്ടി വെഞ്ചരിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ എടപ്പള്ളി പള്ളിയിലോട്ടാണ് നേരെ പോയത് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ വെഞ്ചരിക്കാനുള്ള ടൈമായിട്ടുണ്ടായില്ല. 6:45 വെഞ്ചരിപ്പ്. കുർബാനയൊക്കെ കഴിഞ്ഞ് അച്ഛൻ കറക്റ്റ് ടൈമിന് 6:45 ഇപ്പോൾ തന്നെ അച്ഛൻ എത്തിയിട്ടോ. ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു വെഞ്ചരിക്കാനായിട്ട്. 3-4 വണ്ടി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ വണ്ടിയുടെ അരികിൽ എത്തിയിട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ വിശ്വാസമാണ്. നമ്മൾ എന്തൊരു പുതിയ കാര്യത്തിൽ നമ്മളൊരു പുതിയ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി എടുക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാനും വെഞ്ചരിക്കാനൊക്കെ എനിക്കതൊരു പോസിറ്റീവ് എനർജി ആയിട്ടാട്ടോ എനിക്ക് ഫീൽ ചെയ്യുക. എനിക്കതിലൊക്കെ വലിയ വിശ്വാസമുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വണ്ടി എടുത്തപ്പോഴാണെങ്കിലും ഞങ്ങൾ എടപ്പള്ളി പള്ളിയിലാണ് ആദ്യമായിട്ട് വന്നത്. വണ്ടി എടുത്തിട്ട് ഷോറൂമിൽ നിന്ന് നേരെ ഞങ്ങൾ എടപ്പള്ളി പള്ളിയിലാണ് ആദ്യത്തെ വണ്ടി എടുത്തപ്പോഴും വന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ വണ്ടി എടുത്തപ്പോഴും നേരെ ഞങ്ങളിവിടെ വന്ന് അങ്ങനെ വണ്ടിയൊക്കെ വെഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിനൊരു ആശ്വാസമായി, ഒരു സന്തോഷം, ഒരു സമാധാനമൊക്കെ കിട്ടിയിട്ടോ. അതോടൊപ്പം തന്നെ അച്ഛൻ കീയും ബ്ലെസ് ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങളൊരു കൊന്ത വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിലിടാനായിട്ട്, അതും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അതും ബ്ലെസ് ചെയ്തു. അങ്ങനെ കയ്യോടെ തന്നെ ആ കൊന്ത ഞങ്ങൾ വണ്ടിയിലിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു മൊമെൻറ്റ്സ് വന്നപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ കുഞ്ഞുമണിയും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.